നമ്മൾ ശരിക്കും മണ്ടടിച്ചിരിക്കരുത്. എനിക്ക് വിനായകൻ്റെ അച്ഛനോട് ഒരു നന്ദി പറയാനുണ്ട്. കാരണം വിനായകൻ ഇങ്ങനത്തുള്ള വിനായകനല്ലെങ്കിൽ ഞാനില്ല. ഒരുപാട് കരയിപ്പിക്കണ്ട, അവസാനം മാത്രം ഒന്ന് കരഞ്ഞാൽ മതി. ഒരുപാട് അതെ അതെ. അല്ല ഈ ഞാൻ എന്നെ കണ്ടെങ്കിൽ അങ്ങനെ കരയാൻ തോന്നും. നമ്മുടെ അച്ഛൻ്റെ ചായക്കടൊന്നുമില്ല, ഒരു ഉണ്ടംപരിപാടി എന്ന് പറയുമ്പോൾ തരാനായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നാണല്ലോ മോഹം. പിന്നെ അങ്ങനെ നടക്കേണ്ട വരുമെന്നാണ് കരുതി. പക്ഷേ ഞാനറിയാതെ തന്നെ മമ്മൂക്ക് വിളിച്ച് നമ്മളെ സിനിമ നടനാക്കുന്നതാണ്. ചീത്ത പറയേണ്ടവിടത്തൊക്കെ ചീത്ത പറയും. അങ്ങനെയാണ് ഞാൻ ചൂരലൊക്കെ വാങ്ങിച്ചത്. എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു കൊടുക്കും, 2 കൊടുത്തോന്ന് പറയുക. വൈഫിൻ്റെ തലയിലാണ് മിക്കവാറും അച്ഛന്മാരൊക്കെ അങ്ങനെ എനിക്കുള്ളൂ മിക്കവാറും. അത് മക്കളറിയണ്ടാവില്ല. പാവം നമുക്ക് തല്ലാനൊരു ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ എന്ത് കാര്യങ്ങളും എന്നോട് ചോദിച്ചാൽ ഞാനോ ഒന്നും പറയില്ല. ചെയ്തിട്ട് കൊള്ളൂല്ലെങ്കിൽ വിട്ടോട്ടെ. അയ്യോ അതെന്ത് ശബ്ദം മാറ്റി കളഞ്ഞ് മറ്റേ അങ്ങനെ പറ, അത് മതി. എന്തായാലും ലാലേട്ടൻ്റെ നാവ് പൊന്നായി എന്നാണ് തോന്നണത്. അത് പിന്നെ വിപിൻ പറഞ്ഞൊരു കാര്യം നമ്മളോട് പറഞ്ഞല്ല, ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ വിപിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ കൂടെ നിൽക്കുന്നവരും രക്ഷപ്പെടണം. അതെൻ്റെ അസിസ്റ്റൻ്റ് ആയാലും അസോസിയേറ്റ് ആയാലും ക്യാമറമാനായാലും എൻ്റെ സിനിമ മ്യൂസിക് ചെയ്യുന്ന ആളായാലും അത് എൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരായാലും ഈ ഫീൽഡിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു പരമാവധി ഞാൻ ചെയ്തു. വാഴ 2 റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ബിജുക്കുട്ടൻ. ബിജുചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ചേട്ടാ. സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് സിനിമയുടെ റിലീസിന് ശേഷം ചേട്ടൻ നേരിട്ട് കാണാനായിട്ട്. അതിന് മുന്നേ നമ്മൾ സംസാരിച്ചിരുന്നു, ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചിരുന്നു. അതെ, ഇപ്പൊ റിലീസിന് ശേഷം വന്നിരിക്കുമ്പോ അതിൽ നിന്ന് വേറൊരു ലോകത്താണ് ഇപ്പൊ ശരിക്കും. ലോകത്തൊന്നുമല്ല, ഇവിടെ തന്നെയുണ്ട്. എന്തായാലും സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. നമ്മളന്ന് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലപ്പുറമാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം. കാരണം നമ്മളന്ന് പറഞ്ഞെങ്കിലും എന്തായാലും നമ്മൾ ഒരു സിനിമ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സിനിമയായിരിക്കും, നല്ല സിനിമയായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ വിപിൻ ദാസിൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ സവിൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെ ഹൈപ്പിൽ പോകുന്നുള്ളൂ. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ ശരിക്കും വണ്ടറടിച്ചിരിക്കുന്നു പറയാം. ഞങ്ങളുടെ ബിജുക്കുട്ടൻ ഇങ്ങനെയല്ല എന്ന് പറയാനാണ് നമുക്ക് ക്യാരക്ടറിനെ കണ്ടപ്പോൾ തോന്നി. ഇതുവരെ കണ്ട ആളല്ല, കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയേക്കോ. അപ്പൊ അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്, അങ്ങനെ ഒരു അവസരം കിട്ടാന്നുള്ളത്. അതെ അതെ അതെ. അല്ല നമ്മൾ എല്ലാവരും എല്ലാ കലാകാരന്മാരായും കലാകാരികളായാലും എല്ലാവരും മനസ്സിലുള്ളതാണ് ഇങ്ങനൊരു സാധനം ചെയ്യണം. കുറേ കോമഡിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പിന്നെ നമ്മൾ സിനിമ ആണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാൻ നമ്മുടെ അച്ഛൻ്റെ ചായക്കടൊന്നുമില്ല, ഒരു ഉണ്ടംപരിപാടി എന്ന് പറയുമ്പോൾ തരാനായിട്ട്. അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അങ്ങനെ കാത്ത് ഇരിക്കണമായിരുന്നു. കാരണം നമ്മൾ തമാശയുടെ കാലം കഴിഞ്ഞല്ല നമ്മുടെ. ഇനി ഒരു സീരിയസ് ഇത്തിരി പ്രായം ചെന്നൊക്കെ ക്യാരക്ടറൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ അത് വീണ് കിട്ടണം. പക്ഷെ അങ്ങനെ ദൈവം കൊണ്ട് തന്നത് ഒരു വലിയൊരു കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഞാനത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അത് ഈ സവിനയം അതുപോലെ തന്നെ വിപിൻ ദാസിനും അത് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഈ സ്നേഹവും ഇപ്പം നന്ദി പ്രകടനമൊക്കെ അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ്. കാരണം അത്രക്ക് വലിയവരാണ്, നല്ല മനസ്സിനുടനെ നല്ല മനുഷ്യരാണ് കലാകാരന്മാരെന്നും ഒക്കെ പറയുമ്പോൾ. ഞാൻ ബാക്കിയുള്ളവരെല്ലാം താത്തി പറയണല്ലോ കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരന്മാരായാലും സിനിമക്കൊരു പരിധി ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മളെ മറന്നു പോകാം, ചിലപ്പോൾ പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മളിൽ നിന്ന് മാറിപ്പോകാം, ചിലപ്പോൾ അത് ഞാൻ ചെയ്ത അങ്ങനെയൊക്കെയാണല്ലോ സിനിമ, നമുക്ക് അറിയാതെ. പക്ഷേ ഇത് ആ സമയമായപ്പോൾ കറക്റ്റായിട്ട്. പിന്നെ ഇത്രയും വലിയ സിനിമയിലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നല്ലതായിരിക്കാം, സിനിമ എത്തപ്പെടാണ്ട് പോകാം. ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ ചെയ്തത് ശരിയാണ്. പക്ഷേ ഇതെല്ലാം കൂടിയും ഒരു കുടക്കീഴിൽ വന്നു എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോയി. ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭയങ്കര ഹൈപ്പിൽ പോയി. പിന്നെ എല്ലാവരും മറ്റുള്ള സിനിമകൾ കണ്ട് നമ്മളെ അനുമോദിക്കുന്ന കൂട്ടല്ല, ഇതിന് വേറൊരു വൈബിലാണ് നമ്മളെ വിളിക്കണത്.
അത് ഇത്ര കോളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ചോട്ടാമുമ്പേ പോത്തൻപാവക്ക് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല, സോഷ്യൽ മീഡിയ ഇല്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ എന്നാലും നമ്മൾ കൂടുമ്പോൾ അന്ന് ഭയങ്കര ജനവും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വേറൊരു വൈബിലാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പോഴും നമ്മളും സങ്കടപ്പെടുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. അങ്ങനെ വിളിച്ചൊരു സംഭവം ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലും. ഇതിലെ കഥാപാത്രത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് എടുക്കും എന്നുള്ളൊരു മനസ്സോടുകൂടിയാണ് അതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും ഇത് എന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു? എപ്പോഴും ഉണ്ടായിരുന്നു എന്നിൽ വിട്ടു. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചിലപ്പോൾ മാറിയൊക്കെ പോകാം. അത് എൻ്റെ മനസ്സിൽ നമുക്ക് മറ്റുള്ള സിനിമകൾ തമാശയൊക്കെ വരുമ്പോൾ മാറിപ്പോയാലും ഇനി വലിയ പ്രശ്നമൊന്നുമില്ല. ചേട്ടാ നാളെ നമുക്കത് ചേട്ടാ മാറിപ്പോയേട്ടാ അത് എഴുതിയപ്പോൾ വേറൊരു ക്യാരക്ടർ അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തതാണല്ലോ. പക്ഷേ ഇത് മാറിപ്പോകാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇത്ര ഇമ്പാക്റ്റുള്ള കഥാപാത്രമാണെന്നല്ല. വാഴ ഫസ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു ത്രില്ല് കണ്ടതിൻ്റെ ത്രില്ലിലേക്കല്ല. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഒരു സ്ക്രീനിൽ ഒരു ചെറിയ സ്പേസ് ആയാലും ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല. അതിലൊരു അച്ഛൻ വേഷമായിരിക്കും എപ്പോഴും ഊഹം ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാഴ 2 ചേട്ടാ കുറച്ച് ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അപ്പം തന്നെ പറഞ്ഞ പുള്ളി ഒരു ഞാൻ ചോദിച്ചിട്ടില്ല, ചേട്ടൻ ചോദിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ കൈ അതിന് മാത്രമായ എന്നൊക്കെ എൻ്റെ മനസ്സിലാണല്ലോ. അവരങ്ങനെ ചോദിക്കൊന്നുമില്ല. ഹാരിഷ് എന്നെ വിളിക്കുന്നത് ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള. പക്ഷെ നമുക്കൊരു മനസ്സിലൊരു കാര്യം അതങ്ങനെ ചോദിച്ചതിൻ്റെ വലിയ തെറ്റിപ്പോകുമോ അതൊന്നും ചോദിച്ചില്ല. പക്ഷെ എന്നോട് പറഞ്ഞൊരു പാരൻ്റാണ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സവിൻ വിളിക്കും ഡയറക്ടർ പറഞ്ഞു. വിത്തിൻ സെക്കൻഡിൽ സവിൻ വിളിച്ചിട്ടാ. പക്ഷേ ഞാൻ സവിൻ്റെ നമ്പർ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യാനായിട്ട്. കാരണം സവിൻ വിളിച്ചാൽ വൈകിക്കാൻ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യണമല്ലോ. ഞാൻ കോൾ ചെയ്യുന്നപ്പോൾ ഇങ്ങോട്ട് കോൾ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് ചേട്ടാ കാര്യങ്ങൾ. ചേട്ടന് ഞാൻ കറക്റ്റ് കാര്യം പറയാനായിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിലേക്ക് വരണ്ട. ഞാനന്ന് പറഞ്ഞത് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ സമയം എന്ന് പറഞ്ഞു. വേണ്ട ചേട്ടാ ഞങ്ങൾ വീട്ടിൽ വന്നോളാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ കരുത് ഈ വിത്തിൻ സെക്കൻഡിലൊക്കെ മാറിപ്പോയി. ശരി അങ്ങനെയാണോ? എന്നാൽ പിന്നെ പറഞ്ഞേക്കാം പുള്ളിനോട് വേണ്ടത്. അതാണ് എൻ്റെ മനസ്സിൽ. ഞാനപ്പോൾ തന്നെ വണ്ടി എടുത്ത് പിറ്റേ ദിവസം തന്നെ വണ്ടി എടുത്ത് ഞാൻ എറണാകുളത്ത് നിന്നിട്ട് ഞാൻ സവിനെ വിളിച്ചിട്ട് പറഞ്ഞ്, സവിനെ ഞാൻ എറണാകുളം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഇവിടെ നിങ്ങളുണ്ടാവും? ഒരാവശ്യമില്ല. അപ്പോൾ ചേട്ടാ വേണ്ട ചേട്ടാ എറണാകുളത്തുണ്ടെങ്കിൽ ചേട്ടൻ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. അല്ല എനിക്കൊന്ന് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതെ കാണണോ? കാണണം. എവിടെയാണ്? ലൊക്കേഷൻ ഇട്ടുതരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന്. അപ്പോൾ എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വരാൻ ഇനി വൈകി കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വൈകി പോകില്ലേ, ഞാനപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങോട്ട് വന്നാണെന്ന് പറഞ്ഞു. എന്നോട് കാര്യം പറഞ്ഞേ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെയുള്ളൊരു അച്ഛനാണ്, കൂട്ടുകാരുടെ കൂടെയൊക്കെ മകനെ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്നു, അച്ഛൻ മോനെ കൂട്ടുകാരനായിട്ട് കാണുന്ന ഒരു അച്ഛൻ, പിന്നെ മകൻ്റെ കൂട്ടുകാരെ ഈ അവനെ പോലെ കാണുന്നത്, ചിലപ്പോൾ കൂട്ടുകാരന്മാരെ പോലെ കാണും, ചിലപ്പോൾ മക്കളെ പോലെ കാണുന്ന ഭയങ്കര സ്നേഹം കൊടുക്കുന്ന, കൂട്ടുകാരന്മാർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന അച്ഛൻ. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലാണ് എന്ത് വന്നാലും എന്നോട് പറയും, ഞാൻ അത് എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി കൊടുക്കും. അങ്ങനെ നല്ലൊരു അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് വേണ്ടത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും കരുതി ഒരുപാട് കരയിപ്പിക്കണ്ട, അവസാനം മാത്രം ഒന്ന് കരഞ്ഞാൽ മതി. അതെ അല്ല ഈ ഞാൻ എന്നെ കണ്ടാൽ അങ്ങനെ കരയാൻ തോന്നുമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ ഡൗട്ട് എൻ്റെ മനസ്സിൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണല്ലോ, ചേട്ടൻ പറഞ്ഞ കറക്റ്റാണല്ലോ, അന്ന് ചേട്ടന് വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നത് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇനി വെട്ടിക്കളയാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനം. 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. പലരൊക്കെ പറഞ്ഞു ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഈ സംശയം മാറിയിട്ടില്ല. സംശയം കാരണം എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു അത്രയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിലും അഭിനയിക്കണം പോകരുതെന്നൊക്കെ ഉള്ളൊരു. എന്നിട്ടും ഇത്രയും ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവുമെന്നൊന്നും അല്ലായിരുന്നു. അതൊക്കെ റിലീസ് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കണത്. പക്ഷെ അത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അത് എത്തിപ്പോണ്ടിരുന്നത് നന്നായി. ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് റിയൽ ലൈഫിൽ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഉള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ വിഷുവിന് പടക്കം പൊടിച്ച ചേട്ടൻ, അപ്പം ആ ചേട്ടൻ്റെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ചിരിക്കരുതാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചിരിച്ചൊരു തമാശയായിട്ട് കണ്ടിരുന്ന ഒരു സാഹചര്യത്തെ ചേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ വേറെ രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്താ തോന്നി ശരിക്കും?
ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദീപാവലി വരെ ഇത് ചിരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദീപാവലി അല്ല, ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ചിരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതൊരു കോമഡി കഥാപാത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ. സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത്, അഭിനയിച്ച എനിക്ക് പോലും മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം 2-3 കുറേ പിള്ളേർ എൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് +1 ഒക്കെ ആവാൻ പോലുള്ളവർ. അവരൊരു 10-15 പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ സിനിമയൊക്കെ കണ്ടു കേട്ടോ, നല്ല സിനിമയാണ്, ഞങ്ങൾക്ക് മറ്റേ അങ്കിളിൻ്റെ ആ വീടൊന്ന് പറഞ്ഞു തരാമോ. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല. അവർക്ക് ഭയങ്കര കണ്ടുപിടിക്കണം ആ ചേട്ടന് ഈ എന്താ പറ്റിയാക്കണത്, ഇതിന് ശേഷം എന്താണ് പറ്റിയാക്കണേന്നുള്ളത് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് വിഷുവിനൊക്കെ മുമ്പ് ആ ചേട്ടനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. കാരണം അത്രയ്ക്ക് പഴയ ടീം അല്ല, ഈ പുറത്ത് സിനിമ കണ്ട ആളുകളാണ് എന്നോട് ഈ പറയണത്. ഫോൺ വിളിച്ചൊക്കെ പറയണത് ഞങ്ങൾ എന്തായാലും കണ്ടുപിടിക്കുക ചേട്ടൻ, ആ ചേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയണം എന്നുള്ളത്. അപ്പം നമുക്കും ഇത് സിനിമ കണ്ടപ്പോഴാണ് അയ്യോ നമ്മൾ ഒരു ഭാഗം മാത്രമല്ലേ കണ്ടിച്ചിരിക്കണുള്ളൂ, മറുഭാഗത്ത് എന്തായിരിക്കും അവർക്കും ആ ചേട്ടനും കുടുംബമുള്ളതല്ലേ, ആ ചേട്ടൻ എന്ത് പറ്റിയ സാധാരണക്കാരാണ് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. എന്തായാലും ആ ചേട്ടനെ കാണാനാണ് ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നത്. ആ ചേട്ടൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് ഇപ്പം മൊത്തം സിനിമ കണ്ട ആൾക്കാർ ഇരിക്കുന്നത്. അതുപോലെ വിനായകനുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ രംഗമൊക്കെ നിങ്ങൾ രണ്ടുപേരും കാണാൻ ശരിക്കും അച്ഛനും മോനും പോലെ തന്നെയുണ്ടല്ലോ. അത് ശരിക്കും അങ്ങനെ ഒരു നോക്കി തന്നെയാണോ ചേട്ടനെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്, അതോ വിനായകന് ചേരുന്ന ഒരു അച്ഛനെ കണ്ടുപിടിച്ച വഴിക്കാണോ ചേട്ടനയിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും മക്കളെ എന്തായാലും അവരാണല്ലോ. കരുവാഴ 1 ലാസ്റ്റ് അവരാണ്, പിന്നെ അവരുടെ തുടർച്ചയായിട്ടുള്ള കഥകളാണല്ലോ. അപ്പം എന്തായാലും അവരെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അച്ഛന്മാരെ കാസ്റ്റ് ചെയ്തേക്കണത്. എനിക്ക് വിനായകൻ്റെ അച്ഛനോട് ഒരു നന്ദി പറയേണ്ടത്. കാരണം വിനായകൻ ഇങ്ങനത്തുള്ള വിനായകനല്ലെങ്കിൽ ഞാനില്ല. അച്ഛാ എങ്ങനെയുണ്ട് പിള്ളേരുടെ അഭിനയം? നമ്മള് മുന്നേ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു ഇവര് ഈ റീലിൽ കാണുന്നവരൊന്നല്ല വേറെ ലെവലാണ്. അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാനന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഇങ്ങനെ ഷൈ ആയിട്ട് നിൽക്കണവര്, പക്ഷെ അവരങ്ങനെയാണ് കേട്ടോ, റിയൽ ലൈഫിൽ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 100 കോടി ആവാൻ പോകുന്നുണ്ട് പടം ആയിരുന്നു. അപ്പൊ ഇന്ന് വിളിക്കുമ്പോഴും അവര് തിയേറ്റർ വിസിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ചേട്ടാ അങ്ങനെയുള്ള സന്തോഷമൊന്നുമല്ല, പടം വിജയിച്ചിട്ടുണ്ടാകും, പക്ഷെ അല്ലാതെ ഒരു അങ്ങനത്തെ ഒരു സംഭവം, ഒരു അട്ടഹാസ ചിരിയൊന്നുമല്ല. അപ്പോഴും പ്രാർത്ഥനയാണ്, ചേട്ടാ നമ്മുടെ ഭാഗ്യമാണ്, ചേട്ടാ നമ്മുടെ ഭാഗ്യമാണ്. ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടും അവരങ്ങനെ തന്നെയാണ്. ഞാനന്നാ പറഞ്ഞ കറക്റ്റാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആളുകളൊന്നും അല്ല. സിനിമ കണ്ടില്ലേ എന്താ ചെയ്താക്കണത്. ഇപ്പം ഇതില് ബിബിൻ ദാസിന്റെയും സബിൻസാന്റെ ഒരു റോളുണ്ട്. സബിൻസാനെ നമ്മൾ അന്ന് കണ്ട സമയത്തും ആള് ഭയങ്കര ഒരു പാവം പോലെ ഇരിക്കുന്ന മനുഷ്യനാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. വാഴയിലുള്ള പിന്നെ നേരത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല സബിൻ്റെ കൂടെ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ സബിനിലൊരു വിശ്വാസം നമ്മുടെ ബിബിന് എന്തായാലും ഉണ്ടാവും. പിന്നെ ബിബിൻ പറഞ്ഞൊരു കാര്യം നമ്മളോട് പറഞ്ഞല്ല, ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ബിബിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ കൂടെ നിൽക്കുന്നവരും രക്ഷപ്പെടണം. അതെൻ്റെ അസിസ്റ്റൻ്റ് ആയാലും അസോസിയേറ്റ് ആയാലും ക്യാമറമാനായാലും എൻ്റെ സിനിമ മ്യൂസിക് ചെയ്യുന്ന ആളായാലും അത് എൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരായാലും ഈ ഫീൽഡിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു പരമാവധി ഞാൻ ചെയ്യും. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും വേറൊരു സിനിമക്ക് പോയിട്ട് കാല് പിടിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. കാരണം ഇപ്പോൾ സിനിമയാണല്ലോ, ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വിബിൻ്റെ അസോസിയേറ്റാണ് അസിസ്റ്റൻ്റാണ് അന്ന് നോക്കട്ടെ എന്നൊക്കെ. അത് ഓരോരുത്തരും നടനായാലും വേറൊരു പ്രൊഡ്യൂസറായാലും ഒക്കെ അവർ നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. സിനിമയുടെ ഒരു സിനിമ അങ്ങനെയാണല്ലോ, മലയാള സിനിമ. മറ്റൊരു സിനിമ അറിയില്ല, എന്നാലും അങ്ങനെയാണല്ലോ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വിപിൻ ദാസ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. പഴയ സ്ക്രിപ്റ്റായിട്ട് നടന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി പുള്ളി നടന്നിട്ട് ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും ഇനി എൻ്റെ കൂടെ നിൽക്കുന്ന ആരും അങ്ങനെ നടക്കാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പാടില്ല. ഞാനൊരു എന്നോട് പറഞ്ഞല്ല, ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. അതുപോലെ തന്നെയാണ് ചെയ്യണേട്ടാ. കാരണം പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ 9 പാട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് 10 പേരാണ് പുതിയ ആൾക്കാരാണ്. ക്യാമറമാൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യണ ഇതാണെന്ന് തോന്നുന്നത്. പിന്നെ ബസ്സിൻ്റെ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതും ബിബിൻ തന്നെയാണ് ചെയ്യിക്കണത്. അപ്പം അങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഒരു വിശ്വാസം ഉണ്ടാകും. പിന്നെ അത് തന്നെ ഇതെന്തായാലും ഇത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. കാരണം അത്രയും വലിയൊരു സിനിമക്ക് വാഴ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് അതിനേലും കുറച്ചും കൂടി വലിയ വൈഡായിട്ടുള്ള സിനിമയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ചെയ്തപ്പോൾ അതിന് പോരെയെന്ന് ചിലപ്പോൾ ബിബിൻ സിനിമ. പക്ഷേ സബിനിൽ ഭയങ്കര ഒരു വിശ്വാസത കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സബിൻ ചെയ്ത് കൊടുത്തില്ലേ.
നിങ്ങളുടെ അച്ഛൻ കഥാപാത്രങ്ങൾക്കൊപ്പം അതിന് മേലെ നിൽക്കുകയാണ് ശരിക്കും അൽഫോൺസ് പുത്രന്റെ കഥാപാത്രം. അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചെറിയ ആ ഒരു സീനിലും ഒരു ചെറിയ പോർഷനിൽ ബിജുചേട്ടന്റെ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷൻ എടുത്താണ് 2-3 ദിവസം കൊണ്ടാണ്, 4 ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു. അത്രയും ക്രൗഡും വലിയ സീനിൽ അങ്ങനെ മിർജി വന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഡയലോഗ് പോർഷൻ ഉണ്ട്. അപ്പോൾ എന്നെ കുറേ ബുദ്ധിമുട്ടിക്കാണ്ട് ചേട്ടൻ ഇപ്പോൾ വരണ്ട, നമുക്ക് ആ സമയത്ത് മാത്രം മതി. പോലീസ് സ്റ്റേഷൻ്റെ എടുക്കുമ്പോൾ പറയും പിന്നെ ഈ മീറ്റിങ്ങിൽ ചേട്ടൻ വേണം, കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇപ്പം ചാനലിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്ന ചേട്ടൻ പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നൈറ്റ് ചെന്ന പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഡയലോഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്ക് അറിയാമെന്നുള്ള ആലുവക്കാരനാണെങ്കിലും ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ഡയലോഗാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് പുള്ളി അങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാനും സുധീഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് സമയത്ത് അൽഫോൺസ് പുത്രനാണെന്ന് അതാണെന്നറിയില്ല. കാരണം പുള്ളി ഒരു സാധാ ഒരു അര പ്ലേസ് ഇങ്ങനെ ഇരുന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫേസ് അങ്ങോട്ട് കണ്ടിട്ടില്ല. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് അയ്യോ ചേട്ടാ എന്നും പറഞ്ഞ് പുള്ളി അത്രക്ക് ഭയങ്കര സില്ലിയായിട്ടുള്ള മനുഷ്യൻ. ഞാനും ഞെട്ടിപ്പോയി. കാരണം ഒരിത്തിരി ചാടയൊക്കെ ഇടാൻ പറ്റിയ ആളാണല്ലോ. കാരണം പ്രേമം എന്ന് പറഞ്ഞ സിനിമ എവിടെ നിൽക്കുന്ന സിനിമയാണ്, ഇതേപോലെ നിന്ന ഭയങ്കര സിനിമയിലെ. പക്ഷേ ഭയങ്കര സില്ലിയാണ്, പുള്ളിയുടെ ശബ്ദം പോലെ തന്നെയാണ്, ഭയങ്കര മാർദ്ദവളാണ് പുള്ളി. അവന് ചേട്ടാ ഞാനും വലിയ ഡയലോഗാണ് പറയാൻ പോണത് എന്നൊക്കെ പറഞ്ഞു. അതിനെന്താണ് ഞങ്ങൾക്ക് നിങ്ങളല്ലേ പേടി? ഇല്ല, എനിക്ക് മനസ്സിലായി, ഇതാണ് പേടിക്കേണ്ടത്, ഡയറക്ഷനല്ല, ഇതാണ് പേടിക്കേണ്ടത് എന്നൊക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞു. ഭയങ്കര ലെങ്ത് ഡയലോഗായിരുന്നു. പുള്ളി ബൈഹാർട്ടേ പറയുള്ളൂ. അങ്ങനെ അങ്ങനെ ഇതൊന്നുമില്ല, മറ്റേ ഈ പ്രോമിറ്റിംഗ് ഒന്നുമില്ല. അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി സിനിമ കാണുമ്പോഴുണ്ട്. ത്രൂട്ട് കണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സീൻ എന്നെ ഡബ് ചെയ്യുമ്പോൾ കാണിച്ചത് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് റഫ് കട്ടിൽ ഡബ് ചെയ്യാണ്ട്, ഏത് നമ്മുടെ അൽഫോൺസ് ഡബ് ചെയ്യാതെ കാണിച്ചു. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉഗ്രനാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം നമ്മളൊരു സാധാരണ പ്രേക്ഷകർ ഒന്നുമില്ലാണ്ട് മ്യൂസിക്കോ കാര്യങ്ങളോ അതിൻ്റെ മിർജിങ്ങോ ഒന്നും വന്നിട്ടില്ല. ഡയലോഗ് മാത്രം കണ്ടിട്ട് പിന്നെ അതിനകത്തുള്ള കട്ട്സുകൾ വേറെ വന്നത്. മറ്റേ നമ്മൾ എന്താണ് യൂറിങ് ഷെഡൊക്കെ കാണിക്കണ്ടല്ലോ നമുക്ക്, അതൊക്കെ വരുമ്പോഴുള്ള അതിനകത്ത് എഴുതി വെച്ചാണ് കാര്യങ്ങളൊക്കെ. അതൊന്നും ഇല്ലാതെ പുള്ളിയുടെ പെർഫോമൻസ് മാത്രം കണ്ടിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ നമ്പർ എനിക്കൊന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്പറൊക്കെ തന്നെ എനിക്ക്. പക്ഷേ അന്നേരത്തെ പുള്ളി എൻ്റെ പുതിയ സിനിമയുടെ എടുത്താണ്. അപ്പോൾ ഞാൻ തന്നെ കരുതി വിളിക്കണ്ട, ഡിസ്റ്റർബ് ആയിരിക്കും അത്. പിന്നെ വിളിച്ചില്ല. ബിജുചേട്ടൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള തമാശ കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുന്നത് സീരിയസ് ആയിട്ടാണെങ്കിലും നമുക്ക് തമാശയായിട്ട് തോന്നിയ ചില സീനുകളുണ്ട്. ആ സുന്നത്ത് കല്യാണത്തിന്റെ സീനൊക്കെ നമുക്ക് ഇച്ചിരി തമാശയായിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പക്ഷെ കൂടുതലും സുധീഷേട്ടനെ ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ബിജുചേട്ടൻ വരുന്നത്. ആ ഒരു സീനും അവിടുത്തെ ഫണ്ട് എങ്ങനെയായിരുന്നു? ഈ പിള്ളേർ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോഴായിരുന്നു ഫണ്ട് എങ്ങനെയാണ്? അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വെച്ചാൽ സീൻ തന്നെയാണ്. എഴുതിയ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സുധീഷുള്ള എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. സുധീഷ് എപ്പോഴും എന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ വിളിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തമാശയൊക്കെ ചെയ്യുമ്പോൾ എന്നെ വിളിക്കും. ഒരു എപ്പോഴും വിളിക്കാൻ പറ്റിയ ഒരാളാണ്. ഫ്രീ ആണെങ്കിൽ പുള്ളി എടുത്തില്ലെങ്കിലും എത്ര രാത്രിയായും തിരിച്ചു വിളിക്കും. ഷൂട്ടിങ് എപ്പോഴും ഷൂട്ടിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തും ഞങ്ങൾ സോഷ്യലായിട്ട് തുറന്നു പറയും. ഭയങ്കര തമാശയൊക്കെ ചിരിക്കുകയും എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര തമാശ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ തമാശക്കാരനല്ല എങ്കിൽ പോലും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ കയറി ഒന്ന് ബാക്ക് ഇറങ്ങി നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ നമുക്ക് പുള്ളിയിൽ നിന്ന് പഠിക്കാൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതാ അങ്ങനെ നിന്നാൽ അത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തില്ല. അപ്പോൾ അത് ധൈര്യം, എനിക്ക് ഭയങ്കര ധൈര്യം വരുന്നത്. രാത്രി കാറ് കൊടുക്കണ സീനൊക്കെ ഇല്ലേ, അത് വേറൊരാളാണെങ്കിലും ഇത്തിരി സുധീഷ് ആയതുകൊണ്ട് എനിക്ക് നിഷ്പ്രയാസം അങ്ങനെ ചെയ്യാൻ പറ്റി. കാരണം ഒരു ബോണ്ടിങ് കിടക്കണതിൻ്റെ പേരിൽ. യഥാർത്ഥ ജീവിതത്തിൽ ബിജുക്കുട്ടൻ എന്ന അച്ഛൻ എങ്ങനെയാണ്? ഞാനും ചീത്ത പറയേണ്ടവിടത്തൊക്കെ ചീത്ത പറയും. അങ്ങനെയാണ്. ഇപ്പോൾ മൂത്ത മോള് കോളേജിലൊക്കെ ആണെങ്കിലും ഞാൻ ചൂരിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അല്ല നമ്മള് അടിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. എന്നാലും ഒരെണ്ണമൊക്കെ എടുത്തിട്ട് കയ്യെത്തുന്നില്ല, അടിയൊന്നും കൊള്ളൂല, ഓടിക്കളയും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. അല്ലാണ്ട് വേറെ കുറ്റമൊന്നും ചെയ്യാറില്ല. എങ്കിലും നമ്മൾ എന്താ പറയുന്നത്, എപ്പോഴും തമാശ കളിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ. ഞാനങ്ങനെ അച്ഛന്മാരങ്ങനെ അടിക്കൂലല്ലോ. അത് വേറൊരു സീക്രറ്റിനുണ്ടോ. എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു കൊടുക്കും.
രണ്ടെണ്ണം കൊടുത്തോന്ന് പറയുക. വൈഫിൻ്റെ തലയിലാണ് മിക്കവാറും അച്ഛന്മാരൊക്കെ അങ്ങനെ ആയിരിക്കുള്ളൂ മിക്കവാറും. അത് മക്കളറിയണ്ടാവില്ല. അപ്പോൾ നമുക്ക് തല്ലാനൊരു ബുദ്ധിമുട്ടാണല്ലോ. അത് പറയും ഞാൻ പോയി കഴിയുമ്പോൾ രണ്ടെണ്ണം കൊടുക്കണോട്ടാന്ന് പറയും. അപ്പോൾ അതൊക്കെ വൈഫിൻ്റെ തലയിൽ വരും. എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ ഉണ്ടാവട്ടെ അങ്ങനെ കുറച്ചൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടാക്കി മേടിക്കുന്നത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിൽ. ഞാൻ പോകുമ്പോൾ നല്ല പിണക്കം പിടിക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ സീരിയസ് ആവേണ്ട കാര്യത്തിന് സീരിയസ് ആവും. അവരങ്ങനെ വേറെ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്നാലും പേടിയുണ്ട്. എന്നാ തമാശയൊക്കെ ഡാൻസൊക്കെ കളിക്കും, തമാശയൊക്കെ എങ്കിലും അച്ഛന് ഒരു പേടിയൊക്കെ ഉണ്ട്. പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിപ്പിച്ച് നിർത്തിയാക്കണമല്ല. ഇപ്പോഴാണ് പിന്നെ അങ്ങനെ ഈ പറഞ്ഞോട്ട് ആവശ്യമൊന്നുമില്ല. എന്നാലും ചൂരി വാങ്ങിച്ചിട്ടുണ്ട്. ചൂരിലെ ഇളയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇളയാള് ചെറുതാണല്ലോ. ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി ഒരു ത്രൂ ഔട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കൂടി നമുക്ക് കാണുന്നുണ്ട് സ്ക്രീനിൽ. അതിനി എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ എന്ത് കാര്യങ്ങളും എന്നോട് ചോദിച്ചാലും ഞാനോ ഒന്നും പറയൂല. ചെയ്തിട്ട് കൊള്ളൂല്ലെങ്കിൽ വിട്ടോട്ടെ, എനിക്ക് ചെയ്യാന്ന് പറയും. ഞാൻ അയ്യോ അത് വേണ്ട. അവ എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ ഞാൻ ചെയ്യാന്നേ ചെയ്തിട്ട് കുഴപ്പമാണെങ്കിൽ എന്നെ വിട്ടോ എന്താ പറയുക. അപ്പോൾ ജോർജ് സാർ ഒരു ദിവസം എന്നോട് ഒരു കുളത്തിൽ ചാടാൻ പറഞ്ഞ്. നീ ചാടുമോ, നീന്തൽ അറിയാമോ? സാറേ നീന്തൽ എനിക്കറിയാം. അല്ല എന്നാലും ഈ ക്യാമറക്കൊപ്പം വന്ന് അന്ന് ഫിലിമാണല്ലോ, ഈ ക്യാമറ ഇങ്ങനെ ലെങ്ത്തിൽ ഇങ്ങനെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ആർച്ചുണ്ട്. ആർച്ചിൻ്റെ മുകളിൽ കൂടെ ക്യാമറ പോകും, താഴെ കൂടി ഞാനും വരണം. എന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് എടുത്ത് ചാടുന്നത്. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആവണോടാന്ന് പറയും. സാറേ എടുത്തു നോക്കാം സാറേ, പറ്റില്ലെങ്കിൽ കളഞ്ഞോ. എന്നാൽ ശരി എടുത്തു നോക്കാം. അത് 2020 സുരേഷ് സാറിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പുള്ളി ഹൈഡായി നിന്നാൽ മതി. പക്ഷേ സാറ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞ് അത് കിട്ടുമോ നമുക്ക്? അത് വേണ്ട സാർ, ഞാൻ വെള്ളത്തിൽ എനിക്ക് ഒന്നുമില്ല, ചാടി കറക്റ്റ് ഓക്കെടാ ഗ്രാൻഡായിരുന്നു പറഞ്ഞ് ചെയ്തു നോക്കും നമ്മൾ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഡാൻസ് കളിക്കണത് എനിക്കങ്ങനെ ഡാൻസ് അറിയാമല്ലോ, ഡാൻസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. എന്നാലും നമ്മൾ പഠിപ്പിക്കാനൊക്കെ ആളുണ്ടാവുമല്ലോ, ശ്രമിച്ചു നോക്കും. പക്ഷെ എന്തായാലും വേറൊരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുള്ളൂ. എന്ത് കാണിച്ചാലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെ വെറുപ്പിക്കാൻ പറ്റില്ല. നമുക്ക് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കഥാപാത്രങ്ങൾ നല്ല ഹ്യൂമറായാലും ചെയ്യും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആൻമരിയ കരിപ്പിലാണല്ലോ മാലാഖവേഷമാണ്. ഇപ്പൊ എന്ത് വന്നാലും ചെയ്യും, എന്ത് കൈ കിട്ടിയാലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ എന്താ കുർബാനയുടെ വേഷം എടുത്തിട്ട് മാലാഖയായിട്ട് വേഷം കെട്ടി വരുന്ന ബിജുചേട്ടനെ ഓർമ്മ വരുന്നത്. അപ്പം തമാശകളിലെ ഏത് ലെവലിൽ വരെ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ പിന്നീട് എപ്പോഴേലും കണ്ടപ്പോ അത് അത്ര കൂടി പോയല്ലോ എന്ന് തോന്നി ഏതെങ്കിലും രംഗം ഓർമ്മയിൽ വരുന്നുണ്ടോ? അല്ല കൂടിപ്പോയെന്നൊക്കെ എല്ലാത്തിലും തോന്നിയിട്ടുണ്ട്, ഓവറാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഇനി എന്തായാലും കിട്ടൂല്ലോ. അങ്ങനെ ഈ മാലാഖയിൽ എനിക്ക് തോന്നണം ഈ മാലാഖ അല്ല ഓവറാന്നല്ല. ചില സിനിമകളൊക്കെ നമ്മൾ ചില ഡയറക്ടേഴ്സ് വിളിച്ചുകൊണ്ട് നമ്മളൊന്ന് ശബ്ദമൊക്കെ മാറ്റി, അയ്യോ അതെന്ത് ശബ്ദം മാറ്റി കളഞ്ഞത്, മറ്റേ അങ്ങനെ പറ അത് മതി, അങ്ങനെ നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അത് ഇഷ്ടമായത് കൊണ്ടും എൻ്റെ പടത്തിൽ അങ്ങനെ മതി. ചില സമയത്ത് നമ്മൾ ഈ നേരത്തെ ഉണ്ട്, ഇപ്പോഴല്ല, നമ്മൾ കുറേ ബിസി ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഥ കേൾപ്പിക്കാൻ വരുമല്ലോ. അപ്പം അന്നിപ്പോൾ ചിലപ്പോൾ മിക്കവാറും മമ്മൂക്കൊക്കെ ആയിരിക്കും. മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം മമ്മൂക്കയുടെ കൂടെ ആണെങ്കിൽ മമ്മൂക്കയുടെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്നോട്. അപ്പോൾ എൻ്റെ ഡയലോഗ് വരുമ്പോൾ അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടൻ പറയണ്ട അങ്ങനെ പറയല്ലേ, അവൻ നമ്മളോട് സൗണ്ടിൽ തന്നെ പറയും. അപ്പം അങ്ങനെയൊക്കെ കുറേ അത് തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കുറച്ചൊക്കെ വൾഗറായിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മളെല്ലാം ചെയ്തേക്കണം നല്ലതെന്നല്ല, കുറേയൊക്കെ നമ്മളെ കൈവിട്ട് പോയിട്ടുണ്ട്. ഇല്ല കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴേ കാണുന്നുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു സുരാജ് എന്നെ ആദ്യം വിളിച്ച്. സുരാജ് നല്ല തിരക്കിലിരിക്കുന്ന സമയമാണ്. എങ്കിലും സുരാജ് കണ്ടിട്ട് സൂപ്പറാണ് ഞാൻ കണ്ട്, വണ്ണൻ്റെ കരയിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഓരോരുത്തർ ഇപ്പോൾ ഷാജോൺ അങ്ങനെ ഷാജു അങ്ങനെ കുറേ പേര് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന്മാരാണല്ലോ. അവരൊന്നും അകലെ അയക്കുന്നില്ല. നമുക്കൊക്കെ ഇനി എത്ര സമയം കിട്ടണം കാണണമെങ്കിൽ നമുക്കൊക്കെ പെട്ടെന്ന് പോയി കാണാൻ പറ്റില്ല. ഈ സുരാജേട്ടൻ ആണെങ്കിലും തമാശ റോളുകളിൽ നിന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ ഒരു ക്യാരക്ടർ റോളിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്തി അതിൽ സക്സസ് ആയ ആളാണ്. അപ്പം ഇതുപോലെ ഒരു അവസരമാണ് ഇപ്പോഴും ബിജുചേട്ടൻ വന്ന് നിൽക്കുന്നത്. അത്തരത്തിലൊരു കഥാപാത്രം ഇനി ഇതുപോലുള്ള കൂടുതൽ കഥാപാത്രങ്ങളിലേക്ക് വിളി വരുന്ന ഒരു പ്രതീക്ഷ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇനി ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇനി ഇങ്ങനത്തെ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് പറഞ്ഞിട്ട് ദൈവം കൊണ്ടെത്തുന്ന ഒരു ഭാഗ്യമാണ്. ഇത്
നമ്മൾ ഞാനിപ്പോഴും നമ്മുടെ ഒരു കഴിവിനെ അല്ല ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്താണ് നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും ഈ പറഞ്ഞിട്ട് നമുക്ക് ദൈവം കൊണ്ടെത്തുന്നൊരു ഭാഗ്യമാണ്. പിന്നെ അവർ ഇങ്ങനെ നമ്മളെ ഇതിനകത്തൊന്ന് കാസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതും ഈ സിനിമ സാധാരണ സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ അഭിനയിച്ചാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പിന്നെ മ്യൂസിക് കാര്യങ്ങൾ വരും, സീൻ ബൈ സീനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ അഭിനയിച്ചാലും കുറച്ചും കൂടി എന്നാലും നമുക്ക് അറിയാൻ പറ്റും അഭിനയിച്ചു. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. ഇത് സിനിമ കണ്ടപ്പോൾ വേറെ ലെവലാണ്. ഞാനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ലയിച്ചു പോയി നമ്മൾ സിനിമയിൽ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെ മാജിക്കാണത്. ശരിക്കും പറഞ്ഞാൽ അത് മാജിക്ക് തന്നെയാണ്. ഈ സവിൻ്റെയും അതുപോലെ തന്നെ വിപിൻ ദാസിൻ്റെയും സത്യമായിട്ട് പറയണ്ട. കാരണം നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയേ അല്ല തിയേറ്ററിൽ വന്നപ്പോൾ. എൻ്റെ BGM എന്നൊക്കെ പറഞ്ഞാൽ BGM മാത്രം കേട്ടാൽ നമുക്ക് കരച്ചിൽ വരും. ആ സമയത്ത് നമ്മുടെയും കൂടി ഇതും കൂടി വന്നു കഴിയുമ്പോൾ അതാണത്. പിന്നെ എല്ലാ സിനിമക്കും അങ്ങനെ വരണമെന്നില്ല. പിന്നെ എല്ലാ സിനിമയും ഇപ്പം ഇതുപോലെ കിട്ടണമെന്നില്ല. അത് പ്രതീക്ഷിച്ചിരിക്കണമില്ല. പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും നമ്മൾ 20 വർഷമായി എങ്ങനെ സിനിമയിൽ നമ്മൾ സങ്കടപ്പെടാണ്ട് ഹാപ്പിയായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനിയും ആ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെ ഇരിക്കും ഞാൻ. വരുമ്പോൾ ചെയ്യാം. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കല് കുറവാണ്. എന്ന് വെച്ചാൽ ഞാൻ മിമിക്രിയിൽ കുറേ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മിമിക്സ് പരേഡ് അതിനകത്ത് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ പോയി അന്ന് സ്കൂട്ടറൊന്നുമില്ല. ഒന്നിന് സൈക്കിളിൽ പോവും, അല്ലെങ്കിൽ ബസ്സിന് പോവും അകലെയൊക്കെ. അത് ഞാൻ ഒരുപാട് ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ മൊത്തം ഇതിനകത്ത് കയറി കഴിഞ്ഞ് പിന്നെ സിനിമയിൽ കുറേ നാൾ നടക്കേണ്ടി വരും. കുറേ നാൾ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം. പിന്നെ അങ്ങനെ നടക്കേണ്ട വരുമെന്നാണ് കരുത്. പക്ഷേ ഞാനറിയാതെ തന്നെ മമ്മൂക്ക വിളിച്ച് നമ്മളെ സിനിമ നടനാക്കി എന്നുള്ളതാണ്. അത് ഇതുപോലെ തന്നെ അതും ഒരു ഈ ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം. മമ്മൂക്ക അന്നൊക്കെ ഞാനും ടിനിയും പക്രു ഒക്കെ കൂടിയാണ് ഞങ്ങൾ പല ഈ എന്താണ് സ്റ്റാർ നൈറ്റുകൾ, അവാർഡ് ഫങ്ഷൻസൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങളാണെന്ന് ചെയ്യണത്. അന്ന് ഈ 5 സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ഉണ്ട്. അത് ഇന്നത്തെ കൂട്ടല്ല. അന്ന് വാട്സാപ്പ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇല്ല. ഈ ഒരു പ്രോഗ്രാം ഭയങ്കര വേറെ ചാനലിൽ അങ്ങനെ പ്രോഗ്രാമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായൊരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഞാനും അതിനകത്ത് അത്യാവശ്യം ഇവരുടെ കൂടി നിന്നിട്ട് ഇത്തിരി മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബൂസ്റ്റായി നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റാർ നൈറ്റിലൊക്കെ എൻ്റെ ഐറ്റം കണ്ടിട്ടുണ്ട്. അത് മമ്മൂക്കനോട് നേരിട്ട് പറഞ്ഞാൽ കേട്ടോ, ഷൂട്ടിങ്ങിനൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മറ്റേ സാധനം ഉണ്ടോടാ ഇങ്ങനെ കാല് വെക്കുന്നത്, അതാരാ എഴുതിയത്? അതെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി എഴുതണം. അത് വളരെ ഞാൻ വന്നിട്ടുണ്ട്. എനിക്കത് ശ്രദ്ധിക്കണ്ടായിരുന്ന. പിന്നെ ഞാൻ പ്രോഗ്രാം കാണാനല്ല വന്നാണത്, പിന്നെ കാണാനാണ് വന്നത്. അപ്പം നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കണ കാണുമ്പോൾ കാല് കയറ്റി വെച്ചിരിക്കണ കാണുമ്പോൾ ഈ ബ്ലൂടൂത്ത് പുള്ളി എവിടെയൊക്കെ കാണുന്നില്ലെന്നൊക്കെയാണ് എല്ലാം അറിയാം. നമ്മുടെ ആക്ഷൻ ഇപ്പം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം നമുക്ക് വിളിച്ചേക്കണത്. ഞങ്ങൾ പോത്തൻപാവയുടെ ഷൂട്ട് ഇങ്ങനെ നടക്കണ സമയത്ത് ഞാനിപ്പുറം മമ്മൂക്കപ്പുറം ഇവിടെ സായിച്ചേട്ടൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് മിമിക്രി നമ്മുടെ പ്രസാദേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, മിമിക്സും പിന്നെ ഞാനും അങ്ങനെ സാധനം കോമഡി മിമിക്സും പിന്നെ ഞാനും. അതിൻ്റെ 1000 എപ്പിസോഡ് കഴിയണതിന് ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ മൊത്തം മിമിക്രിക്കാരുണ്ടെന്ന്. അപ്പോൾ ഞാനും മമ്മൂക്കി അവിടെ ഇരിക്കുന്ന സമയത്ത് അവരവിടെ ഇങ്ങനെ നിൽക്കണം മമ്മൂക്കിനെ കാണാം. എല്ലാം ഞാനറിയണ എൻ്റെ കൂട്ടുകാരന്മാർ. അപ്പോൾ എനിക്ക് മമ്മൂക്കിയുടെ കൂടെ ഇരിക്കാൻ ഒരു പേടി. കാരണം അവരുടെ മുമ്പിൽ അവന് ചാൻസ് കിട്ടിയപ്പോൾ അവൻ കയറി നമ്മുടെ മുമ്പിൽ അങ്ങ് ഇരിക്കേണ്ടെന്ന് പറയും. ഞാനിങ്ങനെ അപ്പോൾ മമ്മൂക്ക് നീ എന്താ ഇരിക്കാത്തത്? അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ഇരിക്കണം എൻ്റെ കൂട്ടുകാരന്മാർ എന്ത് അവർ മിമിക്രിക്കാരൻ, നീ ഇപ്പം സിനിമാ താരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അഴുത്തിൽ നിന്ന് ഇരുത്തിയിട്ട് പുള്ളി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. മറ്റേ പച്ച ജുബിട്ടില്ലേ അവനല്ലോടാ മറ്റേ അത് ചെയ്യണത്. ഓരോരുത്തരും മമ്മൂക്കൊക്കെ അറിയാം, അന്ന് സ്പെഷ്യലായിട്ട് എന്നോട് ചോദിച്ചു, മുന്നേ സ്ഥിരമായിട്ട് പെണ്ണ് കളിക്കണല്ലേ മുറുകിട്ടുണ്ടല്ലോ, അപ്പോൾ ആരാ? നസീർ സംക്രാന്തി. ഞാൻ പറയാം നല്ല ആർട്ടിസ്റ്റാണ്, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? വിളിക്കാനോ പറഞ്ഞു. അങ്ങനെ നസീർക്കിനെ വിളിച്ച് മമ്മൂക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം അന്നാണ് എനിക്ക് മനസ്സിലായത് ദൈവം എന്നെ മാത്രമല്ല പുള്ളിക്കാരെല്ലാം ശ്രദ്ധിക്കുന്ന ആളാണെന്ന്. അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ടേ പേരറിയില്ല. അവൻ്റെ പേരെന്താണ്? നസീർ. മറ്റേ ആൾ പേരെന്താണ്? ഇന്നയാള്. ക്യാരക്ടർ അറിയാം. ക്യാരക്ടർ അറിയാം. ഇപ്പം മോഹൻലാലിന്റെ ഒരു
വീഡിയോ ആണ് നിങ്ങളെ കൂടുതൽ ഷെയർ ചെയ്തത് ചോട്ട മുംബൈയിലും പറയുന്നത് നിങ്ങളുടെ അവിടുത്തെ നടൻ. അതെ 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 ആ സിനിമയിലാണ് പറഞ്ഞെങ്കിലും ലാലേട്ടൻ ഈ സിനിമക്ക് വേണ്ടിയാണ് പറഞ്ഞ പോലെ ആയിപ്പോയി. അത് ഈ സിനിമയിൽ നീയല്ലേ മെയിൻ. അത് ഇപ്പം അത് കുറേ ഇറങ്ങേണ്ടത്. എന്തായാലും ലാലേട്ടൻ്റെ നാവ് പൊന്നായി എന്നാണ് തോന്നുന്നത്. അത് മറ്റു സിനിമകളിലേക്ക് വരുമ്പോൾ ഇനി ഏതാണ് പുതിയ പ്രോജക്റ്റ്? അതിരടിയിൽ ബിജുചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്താ? അല്ല, അതിരടിയിൽ ആടും അതിരടിയും കൂടി ഒരു ഇത്തിരി ഡേറ്റിൻ്റെ ക്ലാഷ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഒരു സമയമൊക്കെ നോക്കി അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിളിച്ചപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ടൊവിനോയും കുറേ ഇതായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ ആ ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഫ്രീ ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള ദിവസം വേറെ ആൾക്കാരെ വിടണം. അതില്ലെങ്കിൽ അത് പിന്നീട് എടുത്താലും മതിയായിരുന്നു. പക്ഷേ ടൊവിനോ ഉള്ള ദിവസം പിന്നെന്തോ ഓൾ മെമ്പേഴ്സൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്കത് ആട് കാരണം പോകാൻ പറ്റില്ല. അവിടെയും ജയസൂര്യ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കവല ഉണ്ടല്ലോ, കവലയിൽ ഒരു ലേലംപള്ളി ഉണ്ടല്ലോ, അത് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടല്ലോ, വിനായകൻ മാത്രം ഇല്ല എന്നുള്ളത്. അതും ഒഴിവാക്കാൻ പറ്റാതെ നമുക്കും കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അതായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ചേട്ടൻ എന്നാൽ അതിന് പോയിക്കോ, കുഴപ്പമില്ല, അത് എപ്പോഴും ആടെപ്പോഴും അതിനകത്തൊരു ക്യാരക്ടറുള്ളതല്ലേ, അത് ചെയ്തോളാം പറഞ്ഞ് സമ്മതത്തോടു കൂടിയാണ് ഞാൻ പോയത്. പക്ഷേ നല്ലൊരു സിനിമയായിരിക്കും ഇനി അതിരടി. അപ്പം അത് സിനിമ നഷ്ടപ്പെട്ടത് എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇതുവരെയുള്ള കഥാപാത്രങ്ങൾ എല്ലാം തന്നെ സ്പെഷ്യലാ. ഓരോ കഥാപാത്രത്തിനും പേരുകളിൽ പോലും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ബാറ്ററി സൈവൺ ആണെങ്കിലും മറ്റേ ഗോതയിലെ കഥാപാത്രമാണെങ്കിലും എല്ലാത്തിനും പേര് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു. പൊട്ടങ്ങാവ് തൊട്ട് കരിവണ്ട് തൊട്ട് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ചേട്ടൻ. അപ്പോൾ ഇനി ഞങ്ങളുടെ കഥാപാത്രങ്ങൾ പേരുകളെക്കാൾ അപ്പുറം ശ്രദ്ധിക്കപ്പെടട്ടെ, ഇതുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സന്തോഷം. അപ്പം എല്ലാവരും കരുതും നമ്മൾ ഇനി ഇതുമ്പോൾ പിടിച്ച് ഞാൻ വലിയ ക്യാരക്ടറൊക്കെ, അങ്ങനെയൊന്നുമില്ല. ഇത് കിട്ടിയപ്പോൾ ചെയ്തപ്പോൾ നന്നായി. പിന്നെ സന്തോഷം. എല്ലാവരും ഒരേപോലെ തന്നെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സംഭവമാണ്. അത് കാരണം ഇത് ഇത്രയും നാളും കിട്ടാത്തൊരു സ്വീകാര്യതയാണത്. അത് എന്തായാലും നമ്മളും പ്രതീക്ഷിക്കാണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ കാണുന്നുണ്ട്. പിന്നെ സിനിമ കണ്ടവർ തന്നെ വീണ്ടും കാണുകയും പിന്നെ മറ്റുള്ളവരെ സിനിമ കാണാനായിട്ട് നല്ല സിനിമയെന്ന് പറയുന്നതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന അനുഭവമാണ്. അപ്പം എന്തായാലും അതിനകത്ത് വളരെ സന്തോഷം. എല്ലാവരും സിനിമ കാണണം. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം.